കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ച് കഴിഞ്ഞ് റിസൾട്ട് എല്ലാം പുറത്തു വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഒരു വമ്പൻ തിരിച്ചടി നേരിട്ടത് ഇടതുപക്ഷം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ UDF അതോടൊപ്പം തന്നെ BJPക്കായാലും വലിയ നേട്ടമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിലൊട്ടാകെ ഇല്ലാതാവുന്ന തരത്തിലോട്ട്, അതായത് ഭരണം എവിടെയും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതും വളരെയധികം വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? നമുക്കറിയാം, കേരളത്തിൽ മാത്രമേ ഭരണം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനി കേരളത്തിൽ ഇത്രത്തോളം ദയനീയമായിട്ടുള്ള ഒരു പരാജയം നേരിട്ട ഇടതുപക്ഷത്തിന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം, അതോടൊപ്പം തന്നെ മൂന്നാമതൊരു പാർട്ടിയുടെ ഒരു വളർച്ച അത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. അത് നിയമസഭയിലും ഇനി വളരെ വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഇനി ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത് വരും നാളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ ദയനീയ പരാജയം നേരിട്ടതിൻ്റെ ഏറ്റവും വലിയ കാരണം അത് ആ പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാരുടെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഭരണ പരാജയം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇനിയാണ് ഏറ്റവും വലിയ തോതിലുള്ള കളികൾ കേരളം കാണാൻ കിടക്കുന്നത് അല്ലെങ്കിൽ നടക്കാനായി പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന ബംഗാളിൽ എന്താണോ നമ്മൾ കണ്ട കാഴ്ച, അതോടൊപ്പം തന്നെ ത്രിപുരയിൽ എന്താണോ ഇടതുപക്ഷത്തിന് സംഭവിച്ച ആ ഒരു കാഴ്ച നമ്മൾ രണ്ടിടത്തും വളരെ വ്യക്തമായി കണ്ടു. ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട്, ഒന്ന് നിലം തൊടാൻ പറ്റാത്ത രീതിയിലോട്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും ഇടതുപക്ഷം ഇപ്പോൾ ആയി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പല രീതിയിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ സംഭവിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ് ഇനി വരുന്ന 5 കൊല്ലത്തിനുള്ളിൽ ഇടതുപക്ഷം എന്നുള്ളത് എടുത്തു പറയാൻ സാധിക്കും. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നേ തന്നെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ തന്നെയും ഇടതുപക്ഷത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കൽ ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടി ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിൽ നിന്നും പ്രവർത്തകർ, നേതാക്കൾ ഒക്കെ തന്നെയും പലരും പല ജില്ലകളിൽ നിന്നുമായിട്ട് കൂട്ടമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കുന്നത് അത് വലതുപക്ഷത്തേക്കല്ല BJPയിലേക്കാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് ഇടതുപക്ഷത്തിൽ നിന്നും ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് ഇടതുപക്ഷ ചായ്വുള്ള കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ നേതാക്കൾ ഉൾപ്പെടെ പലരും പല സ്ഥാനങ്ങളിലിരുന്ന പല പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ BJPയിലേക്ക് ഇതുവരെയായിട്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയാം. അതും എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലുള്ള ആൾക്കാർ ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP പാളയത്തിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 1.5 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ പോലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ട് ഇതിലും ഉപരിയാണ് ഒരു കൊഴിഞ്ഞുപോക്ക് ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. തെറ്റ് സംഭവിച്ചു ഇടതുപക്ഷത്തിന്, ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ തിരുത്താൻ തയ്യാറായാൽ കേരളത്തിൽ ചിലപ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും ഇനിയുള്ള നാളുകളിൽ അവർക്ക് സാധിക്കും. അതല്ല അതേ രീതിയിൽ തന്നെയാണ് അവർ വീണ്ടും മുന്നോട്ട് പോകുന്നതെങ്കിൽ അവർ സ്വയം കുഴി തോണ്ടി അതിൽ മണ്ണിട്ട് മൂടുന്ന അവസ്ഥയിലോട്ട് കാര്യം എത്തിക്കുമെന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. അതായത് അവരുടെ തെറ്റ് അവർക്ക് ഇനിയും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് BJPക്കായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇടതും വലതും ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി എല്ലാ രീതിയിലും ദയനീയമായി തളർന്നാൽ മാത്രമേ അവർക്ക് ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കത്തുള്ളൂ. അത് വലതുപക്ഷത്തെക്കാട്ടിലും ഇടതുപക്ഷം തളർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതാണ് BJPക്ക് കുറച്ചുകൂടി എളുപ്പം കേരളത്തിൽ വളർന്ന് കയറാനായിട്ട്. അതിനുള്ള ഒരു തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ വലിയ തോതിൽ തന്നെ അവർ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള കളികൾ അവർ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്കുണ്ടായിരിക്കുന്ന 3 MLAമാരും അത് നിയമസഭയിൽ വളരെ വ്യക്തമായി തെളിയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇനി കാണാൻ പോകുന്നത് നിയമസഭയ്ക്കുള്ളിൽ ഇടത് വലത് പോരാട്ടമല്ല, അവിടെ ഏറ്റവും കൂടുതൽ വലിയ തോതിൽ പ്രതിപക്ഷമായിട്ട് അവിടെ
അത്രത്തോളം ഒരു പോരാട്ടം നടത്താനായി പോകുന്നത് ഇനി BJP തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു വ്യത്യാസമാണ് ഇനി കാണാനായി പോകുന്നത്, അല്ലെങ്കിൽ കേരളം കാണാനായി പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിച്ച് തെറ്റുകൾ തിരുത്താൻ പറ്റിയില്ല, വീണ്ടും അതേ വഴി തന്നെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകൾ അത് നേതാക്കന്മാരായാലും അതോടൊപ്പം തന്നെ അണികളായാലും ഒക്കെ തന്നെയും BJPയിലേക്കും അതോടൊപ്പം തന്നെ UDFയിലേക്കും ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇടതുപക്ഷം പൂർണ്ണതോതിൽ കേരളത്തിൽ ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ടുള്ള സാധ്യതകൾ ഇനി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബംഗാളിൽ എന്താണോ കണ്ടത്, ത്രിപുരയിൽ എന്താണോ കണ്ടത്, അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണോ BJP ത്രിപുരയിൽ വന്നത്, എങ്ങനെയാണോ BJP ബംഗാളിൽ ഭരണത്തിൽ വന്നത്, അതുപോലെ തന്നെയാണ് കേരളത്തിലും ഇപ്പോൾ അവർ തുടക്കമിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്താകും ഇതിൻ്റെ പരിണിത ഫലം? അത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാത്തിരുന്ന് കാണണം കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്, കേരളം ഇനി ഏത് തരത്തിൽ ചിന്തിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൽ നിന്നുള്ള വിശ്വാസം കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇടതുപക്ഷം, അവർ ഭരിച്ച് ആ ഒരു പരുവത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വിശ്വാസം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അത് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കും UDF ആയാലും BJP ആയാലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് BJP ആയിരിക്കും വരും നാളിൽ എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്.